അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുകളിലൊരു ചോദ്യം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏത് അനുഗ്രഹങ്ങൾക്കും സദാ നാം ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ മതത്തിൻ്റെ പേരിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം, മക്കളെ പേരിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം, എല്ലാ വിധത്തിലും നമ്മൾ ശുക്ർ ചെയ്യണം. നന്ദി രേഖപ്പെടുത്തുക, ശുക്ർ ചെയ്യുക എന്നുള്ളത് അള്ളാഹു വിരോധിക്കാത്ത ഏത് വിധേനയും ആവാം. എനിക്ക് അള്ളാഹു താല നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞ്. ആ കുഞ്ഞിനെ അള്ളാഹു താല നൽകി എന്നതിൻ്റെ പേരിൽ ഏത് വിധേനയുള്ള ശുക്റുകളും എനിക്ക് അള്ളാഹു താലാക്ക് ചെയ്യാം. എന്നല്ല അത് പ്രതിഫലാർഹവുമാണ്. അതാർക്കെങ്കിലും ഭക്ഷണം കൊടുത്തോ വസ്ത്രം കൊടുത്തോ കുറേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലിയോ ഏത് വിധേനയും വിലക്കപ്പെടാത്ത ഏത് മാർഗത്തിലൂടെയും അള്ളാഹു താലാക്ക് ശുക്ർ രേഖപ്പെടുത്താം. അതിന് പ്രത്യേക സമയങ്ങളോ കാലങ്ങളോ മറ്റോ ഒന്നും ഇല്ല. ഒരാളാ കുട്ടി ജനിച്ച ദിവസത്തിൽ ആ ശുക്ർ രേഖപ്പെടുത്തി അത് മിഠായി വാങ്ങിക്കൊടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ടോ ആയി എന്നുള്ളത് കൊണ്ട് യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷെ മറ്റു മതസ്ഥരുടെ ആരാധനകൾ നമ്മൾ നടത്താൻ പാടില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കണം. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ അത് അവരുടേതായി അവർക്ക് തന്നെ അതിൻ്റെ അവകാശം വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് മറ്റൊരു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളോ ആരാധനകളോ നാം ഒരിക്കലും അത് കൈവശപ്പെടുത്തരുത്. അതൊരിക്കലും നമ്മൾ ചെയ്യാനേ പാടില്ല. അത് മുസ്ലിമിൻ്റെ മേൽ നിഷിദ്ധമാണ്. അതൊക്കെ അവരുടേതായ രീതികൾ അവർക്ക് വിട്ടുകൊടുക്കണം. അതൊന്നുമല്ലാതെ വെറും അള്ളാഹ്ക്ക് ശുക്ർ രേഖപ്പെടുത്തുക, നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള നിലക്കാണെങ്കിൽ ഇത് തെറ്റല്ല. അതുതന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മപ്പിറവിയിലും വലിയ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യലും പടച്ച റബ്ബിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ അതുതന്നെയാണ്.